ആരാണ് കൈലാസനാഥൻ? കൈലാസത്തിന് അങ്ങനെ ഒരു നാഥൻ തന്നെയുണ്ടോ? ഉണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങളായി ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലെ ഹിന്ദു സമൂഹം കൈലാസത്തിനൊരു നാഥനെ സങ്കല്പിച്ചിട്ടുണ്ട്. അത് ഭഗവാൻ പരമശിവനാണ്. ഈ ഭൂമിയിൽ രക്ഷകനായി ആ വെള്ളി കെട്ടിച്ച പോലെയുള്ള കൈലാസ പർവ്വതത്തെ വാസസ്ഥാനമാക്കിയ ശ്രീ പരമേശ്വരൻ ആദിപുരുഷനാണ്. ആദിയോഗിയാണ് ശിവൻ. ഇവിടുത്തെ ആദിനാഗരികതയിൽ പശുപതിയായി ആരാധിച്ച ദേവൻ. ആ ദേവന്റെ ആവാസഭൂമിയായി പുരാണങ്ങൾ കൈലാസത്തെ അടയാളപ്പെടുത്തുന്നു. ശിവന്റെ ഉൽപ്പത്തിയെപ്പറ്റി പോലും പുരാണങ്ങളിൽ അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. മഹായോഗ്യനായ പുരുഷനായി അദ്ദേഹത്തെ പുണ്യഗ്രന്ഥങ്ങളിൽ പോലും അടയാളപ്പെടുത്തുന്നു. ത്രിമൂർത്തികളിൽ തന്നെ ബ്രഹ്മവിഷ്ണുമാരെ പോലെ അത്ര കണ്ട് അമാനുഷിക പരിവേഷമല്ല ശിവന് നൽകിയിരിക്കുന്നത്. ഒരു വല്ലാത്ത മാനുഷിക പരിവേഷമുണ്ട്. നേരത്തെ സൂചിപ്പിച്ച യോഗി പരിവേഷമാണ് ഈ ദേവന് നൽകപ്പെട്ടിരിക്കുന്നത്. പരമപുരുഷൻ. സൃഷ്ടികർത്തവ്യം ബ്രഹ്മാവിന്, സ്ഥിതിപരിപാലനം മഹാവിഷ്ണുവിനും, അനിവാര്യമായ സംഹാരം മഹാദേവനായ ശിവന് എന്നിങ്ങനെ പുരാണങ്ങൾ കർത്തവ്യങ്ങളെ 3 ദൗത്യമാക്കി 3 ദേവന്മാർക്ക് വിഭജിച്ചു കൊടുത്തിരിക്കുന്നു. എന്നാൽ ശൈവമതത്തിൽ അതിന് വ്യത്യാസമുണ്ട്. നിർമ്മാതാവും പരിപാലകനും പരിവർത്തകനും സംഹാരകനും അവിടെ ശിവനാകുന്നു. ശിവൻ മാത്രമാകുന്നു. ശിവാരാധനയിൽ അതിന്റെ ചിട്ടകളിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ജനസമൂഹത്തെയാണ് ശൈവമതക്കാരായി പറയുന്നത്. അവരെ സംബന്ധിച്ച് ശിവനല്ലാതെ മറ്റൊരു ദൈവമില്ല. വേഷത്താലും ഭാവത്താലും ആത്മബോധത്താൽ തന്നെയും വ്യത്യസ്തനാണ് ദേവകൾക്കിടയിൽ ശിവനെന്ന് കാണാം പുരാണങ്ങളിൽ. വൈരാഗിയും വിരക്തനുമായ ശിവന്റെ വേഷം വളരെ വ്യത്യസ്തമാണ്. ആദിമ മനുഷ്യന്റെ വേഷഭൂഷാദികളാണ് പരമേശ്വരന് സങ്കല്പിച്ച് നൽകിയിട്ടുള്ളത്. ആനത്തോലും പുലിത്തോലുമാണ് ശിവന്റെ ഉടയാടകൾ. കസവാടകളും മൃദുവായ പട്ടുവസ്ത്രങ്ങളും ചാർത്തി സങ്കല്പിച്ചിട്ടുള്ള മറ്റ് ദേവന്മാരിൽ നിന്ന് തന്നെ ഉടയാടയാൽ തന്നെ വ്യത്യസ്തനാണ് ശിവൻ. മുത്തും രത്നങ്ങളും പതിച്ച കനകാഭരണധാരിയുമല്ല ശിവൻ. രുദ്രാക്ഷങ്ങളും ജീവനുള്ള സർപ്പങ്ങളുമാണ് അദ്ദേഹത്തിന്റെ മെയ്യാഭരണങ്ങൾ. ചുടലഭസ്മ ലേപനമുള്ളതാണ് ആ തിരുമേനി. ശിവനെ ആദിദേവനായി കണക്കാക്കുന്നു. ആര്യാഗമനത്തിന് മുമ്പേ ഈ ദേവനെ ആരാധിച്ചിരുന്നു. അതായത് ഇവിടത്തെ അനാര്യരുടെ ദൈവമായിട്ട് ചരിത്രകാരന്മാർ ശിവനെ കണക്കാക്കുന്നു. പിന്നീട് ആര്യ അനാര്യ സങ്കലനമുള്ള സംസ്കാരത്താൽ ശിവാരാധന കൂടുതൽ ശക്തമായി. അതിനൊരു മതപരമായ സാധ്യതയും ഒരു അടിത്തറയും ഉണ്ടാവുന്നത് പക്ഷേ ആര്യന്മാരുടെ വരവോടെയാണ്. വേദകാലവും പുരാണേതിഹാസങ്ങളും ഉണ്ടാവുന്നത് അതിന് ശേഷമാണല്ലോ. ഏതായാലും ഈ ആദിദേവനെ ആരാധിച്ചു തുടങ്ങിയ കാലത്തെക്കുറിച്ച് കൃത്യമായ ഒരു കാലഗണന ഉണ്ടായിട്ടില്ല. ആദിദേവനായ ശിവനെ അനാദികാലം മുതൽ പല നാമങ്ങളിൽ ആരാധിച്ചിരുന്നു എന്ന ചരിത്രകാരന്മാരുടെ അനുമാനങ്ങൾക്കൊപ്പം നമുക്കും കൂടാം. ഹിമാലയമായിരുന്നു ശിവന്റെ തട്ടകം. സാധാരണ മനുഷ്യർക്ക് അതിജീവിക്കാൻ ഒട്ടും എളുപ്പമല്ലാത്ത ആ ഭൂമികയിൽ മഹായോഗിയായി ആദിയോഗിയായി ശിവൻ കഴിഞ്ഞു പോന്നുവെന്ന് പുരാണങ്ങളിൽ കാണാം. ഇന്നും മനുഷ്യന്റെ പാദസ്പർശമേൽക്കാത്ത എത്രയോ ഇടങ്ങൾ ഹൈമവത ഭൂമിയിലുണ്ട്. അവിടെ പ്രകൃതി ഒരുക്കിക്കൊടുത്ത ഏകാന്തതയിൽ 10,000-കണക്കിന് വർഷങ്ങൾ ശിവൻ കഴിച്ചുകൂട്ടി. ഒരു വൈരാഗിക്ക്, വിരക്തന് മാത്രം സാധ്യമാകുന്ന അതിജീവനമായി അതിനെ കരുതുന്നു. ഭൂമിയിൽ ഒറ്റയായി പോയ ഒരു ദേവൻ. യോഗ അഥവാ യോഗവിദ്യ ശിവനിൽ നിന്ന് വന്നു എന്ന് കരുതപ്പെടുന്നു. ഐതിഹ്യങ്ങൾ പ്രകാരം യോഗവിദ്യയെ ലോകത്തിന് പരിചയപ്പെടുത്തുന്നത് ശിവനാണ്. യോഗത്താൽ ആദ്യമായി യോഗീപദം നേടിയവൻ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ആദിയോഗി എന്ന് വിശേഷിപ്പിക്കുന്നത്. മനുഷ്യരാശിയുടെ നന്മയ്ക്കായി ഭഗവാൻ അവതരിപ്പിച്ചതത്രേ യോഗവിദ്യ. ആദിയോഗി സപ്തർഷികളെ ശിഷ്യരായി സ്വീകരിച്ച് കൈലാസത്തിൽ വെച്ച് യോഗവിദ്യ അഭ്യസിപ്പിച്ചു എന്ന് പുരാണം. മരീചി, അത്രി, അങ്കിരസ്, പുലഹൻ, പുലസ്ത്യൻ, കൃതു, വസിഷ്ഠൻ മുതലായ 7 മഹർഷിമാരെയാണ് സപ്തഋഷികൾ എന്ന് പറയുന്നത്. ശിവൻ സപ്തഋഷികൾക്കും സപ്തഋഷികൾ അവരുടെ ശിഷ്യർക്കും അങ്ങനെ ഗുരുപരമ്പരയിലൂടെയാണ് യോഗവിദ്യ പ്രചാരത്തിൽ വന്നത്. യോഗവിദ്യയുടെ ഭൂമിയായി ഹിമാലയത്തെ കണക്കാക്കുന്നു. ഇന്നും അവിടെ യോഗവിദ്യയിൽ അഗ്രഗണ്യരായ മഹായോഗികൾ വസിക്കുന്നുണ്ട്.
ആത്മീയമായ യോഗവിദ്യയുടെ ജന്മഭൂമിയാണ് കൈലാസം. യോഗയ്ക്കും ധ്യാനത്തിനും ഏറ്റവും അനുയോജ്യമായ ഭൂമിയാണ് ഹിമാലയം. ഏതൊരു മഹായാഗ ഭൂമിയേക്കാളും പവിത്രമായതത്രേ ഈ യോഗഭൂമി. ശൈവഭൂമിയാണ് ഹിമാലയം. അതിൽ തന്നെ കൈലാസ പർവ്വതം വലിയ ശിവകുടുംബത്തിന്റെ വാസഗൃഹമായി അറിയപ്പെടുന്നു. ഒരൊറ്റയാനായി അലഞ്ഞു നടന്ന ശിവൻ ഗൃഹസ്ഥാശ്രമിയായി മാറുന്നത് വളരെ ബൃഹത്തായ ഒരു പുരാണ കഥ തന്നെയാണ്. ആദിയും അന്തവുമില്ലാത്തവനാണ് ശിവൻ. പ്രപഞ്ച പരിണാമകാരകരും പരിപാലകരുമായ ത്രിമൂർത്തികൾ അങ്ങനെ വാണുവന്നു. ആ കാലത്ത് കൈലാസത്തിലുള്ള സ്വയംഭൂവായ മഹാശിവലിംഗത്തിന്റെ ശീർഷകം കണ്ടെത്തുന്നതിനെ ചൊല്ലി ബ്രഹ്മാവിഷ്ണുമാർക്കിടയിൽ ഒരു ചെറു തർക്കമുണ്ടായി. അത് പരിഹരിക്കാനായി അവർ ഇരുവരും കൈലാസത്തിലെത്തി. ശിവനെ കണ്ട് തങ്ങളുടെ ആഗമനോദ്ദേശം അറിയിച്ചു. എങ്കിൽ അവരുടെ അഭീഷ്ടം പോലെ അവർക്കാകുമെങ്കിൽ ആ മഹാജ്യോതിർലിംഗത്തിന്റെ ശീർഷസ്ഥാനം കണ്ടെത്തിക്കൊള്ളുക എന്ന് അദ്ദേഹം അനുവാദം കൊടുത്തു. എന്നാൽ ആ സൃഷ്ടിസ്ഥിതി പാലകർ രണ്ടു വഴിക്ക് തേടിപ്പോകാമെന്നായിരുന്നു പറഞ്ഞുറപ്പിച്ചത്. അതിൻ പ്രകാരം ബ്രഹ്മദേവൻ മുകളിലേക്കും വിഷ്ണുദേവൻ താഴോട്ടും യാത്ര തിരിച്ചു. ഉടൻ കണ്ടെത്താമെന്ന ആത്മവിശ്വാസത്തിലാണ് അവർ അങ്ങനെ ഒരു തേടൽ ആരംഭിച്ചത് തന്നെ. എന്നാൽ അറ്റമില്ലാതെ നീണ്ടുപോകുന്ന ആ യാത്രയിൽ അവർക്കൊരു കാര്യം ബോധ്യമായി. തങ്ങളുടെ തേടൽ കഠിനവും അനന്തവുമാണെന്ന്. എങ്കിലും അവർ ആ അന്വേഷണം തുടർന്നുകൊണ്ടേയിരുന്നു. ആ യാത്ര ആരംഭിച്ച ആയിരക്കണക്കിന് മന്വന്തരങ്ങൾ കഴിഞ്ഞുപോയി. എങ്കിലും അവർക്ക് ശിവശീർഷം കണ്ടെത്താൻ സാധിച്ചില്ല. എന്നാൽ തോറ്റു പിന്മാറാൻ അവർ ഇരുവരും ഒരുക്കവുമല്ലായിരുന്നു. അതുകൊണ്ട് പിന്നെയും ആ അന്വേഷണം തുടർന്നു. ആ ഘട്ടത്തിലാണ് മുകളിൽ നിന്നൊരു താഴമ്പൂ താഴോട്ട് വീഴുന്നത് മുകളിലേക്ക് സഞ്ചരിക്കുന്ന ബ്രഹ്മാവ് കാണുന്നത്. അത്രയും മുകളിൽ നിന്നൊരു പൂവ് താഴോട്ട് വീഴുകയോ? അങ്ങനെയെങ്കിൽ അത്രയും മുകളിൽ എങ്ങനെ ഒരു താഴമ്പൂ എത്തപ്പെട്ടു? സൃഷ്ടിദേവനായ ബ്രഹ്മാവിന് തന്റെ കൗതുകം അടക്കാനായില്ല. വീണുകൊണ്ടിരുന്ന താഴമ്പൂവിനെ അദ്ദേഹം ആ വഴിയിൽ തടഞ്ഞു നിർത്തി. ഇതെവിടെ നിന്നാണ് നീ വരുന്നതെന്ന് ആകാംക്ഷ അടക്കാനാവാതെ അദ്ദേഹം ചോദിച്ചു. ഞാൻ മഹാശിവലിംഗത്തിന്റെ ഉച്ചിയിൽ നിന്ന് വീണതാണ് എന്നായിരുന്നു അപ്പോൾ താഴമ്പൂവിന്റെ മറുപടി. അത് കേട്ട് ബ്രഹ്മാവ് ഏറെ ആശ്ചര്യപ്പെട്ടു. താൻ യാത്ര പുറപ്പെട്ടിട്ട് വളരെ കാലം കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നല്ലാതെ ഇതുവരെ ലക്ഷ്യസ്ഥാനം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും അന്വേഷണം നിർത്താതെ യാത്ര തുടരുന്നു. എന്നാൽ ആ അറ്റം കണ്ടെത്താമെന്ന ആത്മവിശ്വാസമൊക്കെ ബ്രഹ്മാവിൽ നിന്ന് ചോർന്നു പോയിരുന്നു. അപ്പോഴാണ് ശിവശീർഷത്തിൽ നിന്നുമുള്ള താഴമ്പൂവിനെ കണ്ടുമുട്ടുന്നത്. താഴമ്പൂവിൽ നിന്ന് വിവരങ്ങൾ അറിഞ്ഞപ്പോൾ ബ്രഹ്മാവിന്റെ മനസ്സിൽ കളങ്കമുണ്ടായി. എന്താണെന്നോ, ശിവശീർഷത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ഈ താഴമ്പൂവിനെയും കൂട്ടിപ്പോയി ശിവനിങ്കിൽ ചെന്ന് താൻ തന്റെ ലക്ഷ്യം കണ്ടുവെന്നൊരു കള്ളം പറഞ്ഞാലെന്താ? അതിന് തെളിവ് നേർസാക്ഷിയായി ഈ താഴമ്പൂവിനെയും മുന്നിൽ നിർത്താം. അദ്ദേഹം കണക്കുകൂട്ടി. തന്റെ പദ്ധതി വിശദമായി തന്നെ താഴമ്പൂവിനോട് പങ്കുവെക്കുകയും ചെയ്തു. താഴമ്പൂവാകട്ടെ ബ്രഹ്മാവിനോട് സഹകരിക്കാമെന്ന് വാഗ്ദാനവും ചെയ്തു. ഈ വേളയിൽ തന്നെയാണ് മഹാവിഷ്ണുവിന് താൻ ലക്ഷ്യസ്ഥാനത്തെത്തില്ലെന്ന സത്യം ബോധ്യമാകുന്നത്. ബ്രഹ്മമഹേശ്വരന്മാരോട് അത് തുറന്ന് സമ്മതിക്കാൻ തന്നെ തീർച്ചയാക്കി അദ്ദേഹം കൈലാസത്തിലേക്ക് പുറപ്പെട്ടു. ബ്രഹ്മാവും താഴമ്പൂവിനെ കള്ളം പറഞ്ഞ് ചട്ടം കെട്ടി ഒപ്പം കൂട്ടി കൈലാസത്തിലേക്ക് പുറപ്പെട്ടു. ബ്രഹ്മാവ്, താഴമ്പൂ, മഹാവിഷ്ണു മൂവരും ഏതാണ്ട് ഒരേ സമയം കൈലാസത്തിലെത്തി. ആദ്യം തന്നെ ഭഗവാൻ വിഷ്ണു തന്റെ പരാജയം സമ്മതിച്ചു. എന്നാൽ കാലേ കൂട്ടി തയ്യാറാക്കിയ തിരക്കഥയുമായി എത്തിയ ബ്രഹ്മാവ് അതുപോലെ തന്നെ അവിടെ അവതരിപ്പിച്ചു. മഹാദേവനായ ശിവന് ആ നുണക്കഥ കേട്ട മാത്രയിൽ സത്യമെന്തെന്ന് ബോധ്യമായി. ബ്രഹ്മാവിനെ പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു കർത്താവ്, അതും സത്യലോകവാസി പറയുന്ന കള്ളം, അത് ചെറു കളവെങ്കിൽ കൂടി ശിവനെ കോപാകുലനാക്കി. അതിനാൽ തന്നെ ബ്രഹ്മാവിനും താഴമ്പൂവിനും ശിവൻ തക്ക ശിക്ഷ തന്നെ കൊടുത്തു. താഴമ്പൂവിന് മേലിൽ പൂജക്കെടുക്കാതെ പോകട്ടെ എന്നും ബ്രഹ്മാവിനെ ആരാലും പൂജിക്കപ്പെടാതെ പോകട്ടെ എന്നും ശിവന്റെ ശാപമുണ്ടായി. ഈ ശാപത്താലാണ് അതിസുഗന്ധിയായ താഴമ്പൂക്കളെ പൂജകൾക്കെടുക്കാത്തത്. അതുപോലെ ത്രിമൂർത്തികളിൽ വിഷ്ണു മഹേശ്വരന്മാർക്ക് ഭാരതം മുഴുവൻ ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിലും ബ്രഹ്മക്ഷേത്രം കാണാൻ സാധിക്കില്ല.